നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കുറെ മാസങ്ങളായി കായിക മന്ത്രി ജനങ്ങളെ പറ്റിക്കുന്നുവെന്ന് യൂത്ത് ലീഗ് നേതാവ് പി.കെ. ഫിറോസ് ആരോപിച്ചു. മന്ത്രിയുടെ ആദ്യ പ്രഖ്യാപന പ്രകാരം മെസ്സി കേരളത്തിൽ ഇപ്പോൾ കളിക്കണമെന്നും എന്നാൽ ഇപ്പോൾ വന്ന വാർത്തകൾ പ്രകാരം കേരളത്തിൽ മെസ്സി കളിക്കില്ലെന്നുമാണ് പറയപ്പെടുന്നത്. നികുതി പണം കൊണ്ട് മെസ്സിയുടെ പേരിൽ മന്ത്രി കറങ്ങിയെന്നും ഫിറോസ് വിമർശിച്ചു. PM ശ്രീ പദ്ധതിയിൽ MOUവിൽ നിന്നും ഏത് നിമിഷവും പിന്മാറാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പിന്മാറണമെങ്കിൽ ഇരുപക്ഷവും തമ്മിൽ ആലോചിച്ചിട്ട് വേണം പിന്മാറേണ്ടതെന്നും അങ്ങനെ ഒരു അവകാശം രണ്ട് കക്ഷികൾക്കും ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു. 47 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണെന്നും ഇതിനാൽ ഫണ്ട് വാങ്ങാതിരിക്കാൻ കഴിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം പാറശാലയിൽ കൂൺ കഴിച്ച 11 വയസ്സുകാരി ആശുപത്രിയിൽ. പവതിയാൻവിള സ്വദേശികളായ സനൽ, രതി ദമ്പതികളുടെ മകൾ അനന്യയാണ് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം കടയിൽ നിന്നും വാങ്ങിച്ച കൂൺ കഴിച്ചതോടെ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടു. പാറശാല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം അനന്യയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പാചകം ചെയ്ത കൂൺ രക്ഷിതാക്കളും കഴിച്ചിരുന്നു. അടിമാലി കൂമ്പൻപാറയിലെ മണ്ണിടിച്ചിലിൽ കൈ കഴുകി ദേശീയപാത അതോറിറ്റി. മണ്ണിടിച്ചിലുണ്ടായ അടിമാലി കൂമ്പൻപാറയിൽ ഒരു നിർമ്മാണവും നടന്നിരുന്നില്ലെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. ബിജുവും ഭാര്യയും അപകടത്തിൽപ്പെട്ടത് വ്യക്തിപരമായ ആവശ്യത്തിന് വീട്ടിൽ പോയപ്പോഴെന്നും ദേശീയപാത അതോറിറ്റി ആരോപിച്ചു. കർണാടക ഭൂമി കുംഭകോണത്തിൽ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനും ഭാര്യ അഞ്ജലി രാജീവ് ചന്ദ്രശേഖറിനും ഭാര്യ പിതാവ് അജിത് ഗോപാൽ നമ്പ്യാർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി പരാതിക്കാരനായ ഡൽഹി ഹൈക്കോടതി അഭിഭാഷകൻ KN ജഗദേഷ് കുമാർ രംഗത്ത്. ബിസിനസിനും ഫാക്ടറികൾക്കും മറ്റും സഹായിക്കുന്ന KIDBയിൽ നിന്നും എടുത്ത ഭൂമി വിറ്റ് 500 കോടിയോളം രൂപ രാജീവ് ചന്ദ്രശേഖരും കുടുംബവും കൈക്കലാക്കിയെന്നാണ് പരാതി. 1994-ൽ രാജീവ് ചന്ദ്രശേഖറിന്റെ കുടുംബത്തിന് KIDB വഴി ലഭിച്ച ഭൂമി മുറിച്ചു വിറ്റ് മാരുതി സുസുക്കി അടക്കമുള്ള കമ്പനികൾക്ക് വലിയ തുകയ്ക്ക് വിറ്റെന്ന ആരോപണമാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്.